ആലോചിച്ച് നോക്കുമ്പോ തെറ്റുകൾ അത്രയും ചെയ്തത് ഞാൻ തന്നെയാ. അപ്പോ അനുഭവിച്ചു തീർക്കേണ്ടതും ഞാൻ തന്നെയാ. എനിക്ക് ശരിയെന്ന് തോന്നിയതൊന്നും ദൈവത്തിന്റെ ശരികളല്ലായിരുന്നു. അവളെ എയർപോർട്ടിലേക്കാന്നാ തോന്നുന്നേ. രാജു ദുബായിലേക്ക് മറ്റു പോവാ. ആ ഇപ്പൊ പോയി കാണും. ഇവളതറിഞ്ഞു പുറകെ പോവാ. ദൈവമേ, പ്രതിമോൾക്ക് രാജുവിനെ കാണാൻ പറ്റണേ. എന്താ പ്രതാപേട്ട പോയോടനെ തിരിച്ചു വന്ന്? എന്തു പറ്റി? എന്റെ കാറിന് നേരെ കരിങ്കുടി. അവഗണിച്ച് മുന്നോട്ട് പോയാ കല്ലേറുണ്ടാവും. അതുകൊണ്ടാ തിരിയാവുന്നത്. വീട്ടിലും നാട്ടിലും സ്വസ്ഥതയില്ലാണ്ടായി. കഷ്ടകാലങ്ങളും നല്ല കാലങ്ങളൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നതായി അമ്മി. ഇപ്പൊ വന്നിരിക്കുന്ന ഈ കഷ്ടകാലങ്ങൾക്ക് ജാതകവിധിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയതാ. ഏട്ടാ, ഇപ്പോ മറ്റൊരു വാർത്ത അറിഞ്ഞു. വിഷമിക്കാനുള്ളതാണെങ്കിൽ തൽക്കാലം വേണ്ട. അത് രാജു നാട് വിട്ടു പോവാ. ഏതോ ജോലി അന്വേഷിച്ചു പോവാന്ന്. എവിടേക്കാ? വലുതും അറിഞ്ഞോ? കൃത്യമായിട്ട് അറിയില്ല. ഗൾഫിലേക്കാണെന്ന് തോന്നുന്നേ. ഒരു ഡ്രിങ്ക് കൂടി എടുത്തോണ്ട് വാതി. ഇപ്പോ നമുക്ക് ഇവിടെ ഇരിക്കാം. എന്താണ് ഈ കാണിച്ചേ? നീയേ ആരുടെ മുന്നിലാ കാലുമേ കാല് കയറ്റിയിരിക്കണെന്ന് അറിയോ? കാല് താഴെ ഇറക്കി വെക്കടി. എടി, നിന്നോടല്ലേ കാല് താഴെ ഇറക്കി വെക്കാൻ പറഞ്ഞേ? വേണ്ട ചേച്ചി. ഓരോരുത്തർ ചെയ്യുന്ന അവരവരുടെ ശരികളാ. അവര് അതനുസരിച്ച് ജീവിക്കട്ടെ. ശരികളും തെറ്റുകളും തിരിച്ചറിയാതെ പോയത് ഒരുപക്ഷെ എനിക്കായിരിക്കും. ആലോചിച്ച് നോക്കുമ്പോ തെറ്റുകൾ അത്രയും ചെയ്തത് ഞാൻ തന്നെയാ. അപ്പോ അനുഭവിച്ചു തീർക്കേണ്ടതും ഞാൻ തന്നെയാ. എനിക്ക് ശരിയെന്ന് തോന്നിയതൊന്നും ദൈവത്തിന്റെ ശരികളല്ലായിരുന്നു. ആരെങ്കിലും ഞാൻ ഒരാൾ കാരണം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചേ പറ്റൂ.
അതായിരിക്കും ഞാനിപ്പോ അനുഭവിക്കുന്നത്. കർമ്മ. അല്ല പ്രതാപ, വേണ്ട ചേച്ചി, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പറയണ്ട. ചേച്ചിയും ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. സാറിന് എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? 12:30. 3 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. ടൈമുണ്ട് സാർ. ഋതു എടുക്കണോ? വേണ്ട. ഈ കോൾ എടുത്ത ഋതുവിനോട് സംസാരിച്ച ഈ യാത്ര വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇല്ല, പതറരുത്. ഇനി എന്റെ ലക്ഷ്യമാണ് പ്രധാനം. രാജു കോള് കട്ട് ചെയ്യണല്ലോ. മെസ്സേജ് അയച്ചു നോക്കാം. വേണ്ട, വിളിക്കാം. രാജു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തല്ലോ.